നമ്മൾ ഇവിടുന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവാം ക്ലീൻ ഗ്ലാസ് ഉള്ളൊരു വണ്ടി വേണം എന്ന്. ഓക്കെ. ഇപ്പോൾ വണ്ടിക്കകത്തിരുന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ പ്രേക്ഷകർ ഇതൊന്നും അറിയണമെന്നില്ല. ഈ ഗ്ലാസ് പൊട്ടിയിട്ട് അതേ കൂടെ നടുക്കൂടെ ഒരു പാടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതേ മുഴുവൻ സ്ക്രാച്ച് ആണെങ്കിലോ ഇത് എൻ്റെ ക്യാമറയുടെ ലെൻസ് എത്ര ക്ലീൻ ആയിട്ടും കാര്യമില്ല. ഈ ഗ്ലാസ്സിലൂടെ ഷൂട്ട് ചെയ്യുമ്പം ആ വിഷ്വൽസ് അത്ര ഡള്ളാവും. അതിലെപ്പോഴും ഈ വരകൾ കാണും, ഈ ചെളി കാണും. അത് 30 എപ്പിസോഡ് ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 30 എപ്പിസോഡിൽ ഇതായിരിക്കും കാണുക. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കണമെങ്കിൽ ക്ലീൻ ആയിട്ടുള്ള ഗ്ലാസ് ഉള്ളൊരു വണ്ടി വേണം. ചെല്ലുമ്പോൾ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ തന്നെ കാണുന്ന ഒരു പൊട്ടി ഗ്ലാസ്സുമായിട്ടായിരിക്കും ഒരുത്തം വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞതൊന്നും അല്ല അവിടെ നടന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ സമയം കളി, പിന്നെ അടുത്ത വണ്ടി മാറിയെടുക്കണം. ആദ്യത്തെ ഒരു ദിവസം ഈ കാർ കൊണ്ട് തന്നെ ഷൂട്ട് ചെയ്യണം. അപ്പോൾ പലപ്പോഴും നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയ തണുപ്പുള്ള രാജ്യമാണെങ്കിലും ഗ്ലാസ് താത്തിയിട്ട് പുറത്തേക്ക് ക്യാമറ പിടിച്ച് നമ്മൾ ഷൂട്ട് ചെയ്യണം. അപ്പോഴത്തേക്കും 1 മണിക്കൂർ ഇങ്ങനെ പുറത്തോട് ഓടുമ്പോഴത്തേക്കും നമ്മൾ മരവിച്ചിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ ഒത്തിരി പ്രതിസന്ധികളുണ്ട്. ഇതെല്ലാം നമ്മൾ സഞ്ചാരത്തിൽ പറയുന്നില്ലെന്നേ ഉള്ളൂ. സഞ്ചാരത്തിൽ നിങ്ങൾ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയൊരു എഫേർട്ടുണ്ട്. സ്വാഭാവികമായിട്ടോ അല്ലെങ്കിൽ എല്ലാവരും നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കി തന്നിട്ടോ അല്ല ഇതൊന്നും എടുക്കുന്നത്. അനുകൂലമല്ലാത്ത സാഹചര്യത്തിലും ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ നമ്മുടെ കാൽക്കുലേഷൻ അനുസരിച്ച് കാര്യങ്ങൾ പോകുന്നില്ലെങ്കിൽ ഓരോ ദിവസവും ഇപ്പോൾ 4 ദിവസം ഞാനൊരു രാജ്യത്തുള്ളതെങ്കിൽ ആദ്യത്തെ ദിവസം എവിടെയൊക്കെ പോകണം, അതിലൂടെ എത്ര എപ്പിസോഡ് വേണമെന്ന് പ്ലാനിങ് ഉണ്ട്. ഇപ്പോൾ സഫാരി പോലൊരു ചാനൽ പരസ്യമില്ലാതെ എങ്ങനെ പോകുന്നു എന്ന് ആളുകൾ അത്ഭുതപ്പെടുമ്പോൾ ഞാനത് അത്ഭുതപ്പെടുകയും ചെയ്യും. എന്നാൽ ഞാൻ വളരെ അച്ചടക്കവും ഡിസിപ്ലിനും കൊണ്ടുവരുന്നതിനെ വിമർശിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് നടക്കുകയില്ല.